പുൽവാമയിൽ സൈനികർ CRPF ജവാന്മാർ മരിച്ച സംഭവത്തിൽ അതിൽ ഇൻ്റലിജൻസ് വീഴ്ചയുണ്ടായെന്ന് തുറന്നു പറയുന്നത് അന്നത്തെ ഗവർണറായിരുന്ന സത്യപാൽ മല്ലിക്കാണ്. അപ്പോൾ സത്യപാൽ മല്ലിക് അത് തുറന്നു പറയുന്നത് അദ്ദേഹം BJP വിട്ടതിന് ശേഷമല്ല. അദ്ദേഹത്തെ BJP നോമിനേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം അതിനുശേഷം ഹരിയാനയിലെ ഗവർണറായി സേവനമനുഷ്ഠിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു പരിപാടിയിൽ ഇത് തുറന്നു പറയുന്നത്. അദ്ദേഹം അപ്പോഴും എന്താണ് സർക്കാരിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അതിനോട് ഈ സർക്കാർ സ്വീകരിച്ച സമീപനം എന്താണ്? ഒന്നുമില്ല. പക്ഷേ പുൽവാമ ആക്രമണം അപ്പോൾ നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പിറ്റേ വർഷം നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ പ്രചാരണ വിഷയമാക്കി BJP മാറ്റിയിരുന്നു. ആ അറ്റാക്കിന് രാഷ്ട്രീയമായി രക്തസാക്ഷികളായ CRPF ജവാന്മാർക്ക് വേണ്ടി വോട്ട് ചെയ്യൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പ്രസംഗിച്ചത്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ ബീഹാർ തെരഞ്ഞെടുപ്പിലും അത് കണ്ടു. കാരണം ബീഹാർ റെജിമെൻറ്റിലെ ആളുകളായിരുന്നു, ബീഹാറിൽ നിന്നുള്ളവരായിരുന്നു CRPF ജവാന്മാരിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നോക്കി, അധികാര തുടർച്ചയുണ്ടാക്കി. ഈ പഹൽഗാം അറ്റാക്ക് നോക്കൂ. പഹൽഗാം അറ്റാക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലല്ല ഉണ്ടായത്. ആ അറ്റാക്ക് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലല്ല. തൊട്ടുടനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എങ്കിൽ പോലും പഹൽഗാം അറ്റാക്ക് നടന്നതിൻ്റെ അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ എന്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രദേശം സന്ദർശിക്കുകയല്ല ചെയ്തത്. കശ്മീരിലേക്ക് അദ്ദേഹം പോയത് അദ്ദേഹം ബീഹാറിലെ ഒരു ഉദ്ഘാടനത്തിനാണ് പോയത്. അവിടെ വെച്ച് അദ്ദേഹം രാഷ്ട്രീയ പ്രചാരണത്തിന് തിരികൊളുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന പുൽവാമയും പെഹൽഗാമും രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നോക്കിയത്. അവിടെയാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹ പറയുന്നത് അവിടെ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിരുന്നു. അത് ലഫ്റ്റനൻറ്റ് ഗവർണർ പറയാതെ തന്നെ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. കാരണം അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്, എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അവിടെ എന്താണ് സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനോജ് സിൻഹ പറയുന്നൊരു കാര്യം, ടൂറിസ്റ്റുകളെ ഭീകരർ ആക്രമിക്കും എന്ന് ഞങ്ങൾ കരുതിയില്ല എന്നാണ്. അങ്ങനെയാണ് ഭീകരരുടെ സൈക്കോളജി എങ്ങനെയാണ് ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് മനസ്സിലാവുക? അത് ഭീകരരുടെ സൈക്കോളജി മനസ്സിലാക്കുക സുരക്ഷാ എക്സ്പെർട്സിനാണ്. അവരാരെ ആക്രമിക്കില്ല എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിനാണ് മനസ്സിലാവുക. ലഫ്റ്റനൻറ്റ് ഗവർണർ എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത്? അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ആക്രമിക്കില്ല, അതുകൊണ്ട് അവിടെ എന്ത് വേണ്ട, സുരക്ഷ വേണ്ട എന്ന് എങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് എന്താണ്? മറ്റൊരു കാര്യം, ടൂറിസ്റ്റുകളെ ആക്രമിച്ചില്ലെങ്കിലും ഒരു ഭീകരാക്രമണം അവിടെ ഉണ്ടാകുമായിരുന്നു എന്ന വിവരം അപ്പോൾ അദ്ദേഹത്തിനുണ്ട്. എങ്കിൽ അത് തടയാൻ എന്ത് നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്? അതിന് മറുപടി പറയണ്ടേ? ആ ചോദ്യം ആ ഇൻ്റർവ്യൂ എടുത്ത മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടതായിരുന്നു. ഭീകരരെ ആക്രമിക്കില്ല, ടൂറിസ്റ്റുകളെ ആക്രമിക്കില്ല ഭീകരരെങ്കിൽ ടൂറിസ്റ്റുകളല്ലാത്തവരെ ഭീകരർ ആക്രമിക്കും എന്നും അതിനർത്ഥമാണല്ലോ. എങ്കിൽ പിന്നെ ആ ഭീകരാക്രമണം തടയാൻ എന്ത് നടപടി സ്വീകരിച്ചു? മറ്റൊരു കാര്യം, ഈ സംഭവം നടന്നപ്പോൾ എത്ര മാസമായി? ഈ ചെയ്തവർ എവിടെ? അവർ പാകിസ്ഥാനിലാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അവരെങ്ങനെ ഇങ്ങോട്ട് കടന്നു വന്നു? അതെങ്ങനെയാണ് അവർക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ സാധിച്ചത്? ഓൺ ഗ്രൗണ്ട് അവർക്ക് ആരൊക്കെയാണ് സഹായം ചെയ്തത്? NIA കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പുരോഗതി അക്കാര്യത്തിലുണ്ടോ? ഇത്തരം കാര്യങ്ങൾ കൂടി മനോജ് സിൻഹ പറയേണ്ടതാണ്. ഇപ്പോൾ പവൻ ഖേഡ പറയുന്നത് 82 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച്, ഇത് ലോകം മുഴുവൻ അറിയാവുന്ന ഒരു കാര്യം, ഭരണകൂടം സമ്മതിക്കുന്നത് 82 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നാണ്. ഇനി ഇദ്ദേഹത്തെ റിസൈൻ ചെയ്യാൻ എത്ര ദിവസം ഞങ്ങൾ കാത്തിരിക്കണമെന്നാണ് പവൻ ഖേഡ ചോദിക്കുന്നത്. അങ്ങനെ റെസിഗ്നേഷനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു മന്ത്രിയോ ഗവർണറോ ആരെങ്കിലുമോ ഒരു ഭരണാധികാരിയോ റിസൈൻ ചെയ്ത ചരിത്രം കഴിഞ്ഞ 11 വർഷമായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എങ്കിൽ ഇതിലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.